തിരുവനന്തപുരം കോർപ്പറേഷൻ്റെ ഭാഗമായിട്ട് കൗൺസിലർ സുഗതൻ്റെ അവധി അത് അനുവദിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട സർക്കാർ നൽകിയ നിയമവിരുദ്ധമായ കത്തിൻ്റെ കാര്യത്തിലും ഇത് തന്നെയാണ് കാണുന്നത്. തദ്ദേശ വകുപ്പിലെ ഒരു അണ്ടർ സെക്രട്ടറിയുടെ മേൽ എല്ലാ കുറ്റങ്ങളും ചുമത്തി വിഷയം അവസാനിപ്പിക്കാനാണ് സർക്കാർ ശ്രമിക്കുന്നത്. എന്ന് പറഞ്ഞാൽ വലിയ ഗവൺമെൻറ് വിരുദ്ധ വികാരം ജനങ്ങളിൽ ഉണ്ടായപ്പോൾ ഈ ഗവൺമെൻറ്, വി ഡി സതീശൻ ഗവൺമെൻറ്, BJPയുടെ അവർക്കാകെയുള്ള ഒരു കോർപ്പറേഷൻ്റെ ഭരണം നിലനിർത്താൻ വഴിവിട്ട നിലയിൽ പിന്തുണ നൽകുന്നു എന്ന ആക്ഷേപം ഉയർന്നു വന്നപ്പോൾ ഞാൻ ഈ പറഞ്ഞതുപോലെ എല്ലാവരെയും, അതായത് ആഭ്യന്തര വകുപ്പ് മന്ത്രി, തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി, പിന്നെ മുഖ്യമന്ത്രി, ഇവരെല്ലാം മാറ്റി നിർത്തി ഈ വിഷയത്തിൽ നിന്ന് അവരെയെല്ലാം ഒഴിവാക്കി ഒരാളുടെ പേരിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു അണ്ടർ സെക്രട്ടറിയുടെ മേലെ കുറ്റം ചുമത്തി രക്ഷപ്പെടാനാണ് ഇപ്പോൾ ശ്രമിക്കുന്നത്. കത്ത് അയച്ച ആളുകൾക്കെതിരെ പോലും നടപടി ഇല്ല. അത് കത്തയച്ചത് ആഭ്യന്തര വകുപ്പാണ്. നടപടി വന്നത് തദ്ദേശ സ്വയംഭരണ വകുപ്പുമായിട്ട് ബന്ധപ്പെട്ട അണ്ടർ സെക്രട്ടറിക്ക് നേരെയാണ്. അപ്പോൾ സർക്കാർ തലത്തിൽ നിർദ്ദേശം ലഭിക്കാതെ ഉദ്യോഗസ്ഥർക്ക് ഇക്കാര്യങ്ങൾ ചെയ്യാനാവുമെന്ന് ആരും കരുതുന്നില്ല. അപ്പോൾ ഇവർക്കെല്ലാമുള്ള ഉത്തരവാദിത്വം കൃത്യമായിട്ട് മനസ്സിലാക്കുകയാണ്. അപ്പോൾ തിരുവനന്തപുരം നഗരസഭാ ഭരണം BJPക്ക് ഉറപ്പിക്കാനുള്ള നടപടികളാണ് UDF സർക്കാർ സ്വീകരിച്ച് വരുന്നത്. ഇതേപോലെ തന്നെയാണ് TG മോഹൻദാസിൻ്റെ പരാമർശവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിലും ഉണ്ടായത്. ആദ്യം കേസെടുക്കാൻ തന്നെ തയ്യാറായില്ല, പിന്നീട് കേസെടുത്തതിന് ശേഷവും ശക്തിയായ പ്രതിഷേധം ഉയർന്നു വന്നതിന് ശേഷമാണ് കേസെടുത്തതെങ്കിലും കേസിൻ്റെ തുടർ നടപടികളൊന്നും തന്നെ ഉണ്ടായിട്ടില്ല. അറസ്റ്റോ മറ്റ് നിലപാടുകളോ ഒന്നും സ്വീകരിക്കാൻ തയ്യാറായിട്ടില്ല. ദേശീയ തലത്തിൽ തന്നെ ചർച്ച ചെയ്യപ്പെട്ട ഈ വിഷയത്തിൽ നടപടികളില്ലാതിരിക്കുന്നു എന്നുള്ളത് സംഘപരിവാറിന് കീഴടങ്ങിയ സമീപനത്തിൻ്റെ ഭാഗം തന്നെയാണ് എന്ന് കാണാൻ നമുക്ക് സാധിക്കും. BJPക്ക് സമീപ തെരഞ്ഞെടുപ്പിൽ എന്ന് പറഞ്ഞാൽ ഡൽഹിയിൽ നടന്ന, ജന്തർ മന്ദിറിൽ നടന്ന യുവജന വിദ്യാർത്ഥി സമരത്തിന് ശേഷം 30 കൊല്ലമായി BJP ജയിച്ചു വരുന്ന സീറ്റാണ് ഇപ്പോൾ ഉപതെരഞ്ഞെടുപ്പിൻ്റെ ഭാഗമായിട്ട് BJP തോറ്റത്. എന്ന് പറഞ്ഞാൽ 12 വർഷക്കാലത്തിന് ശേഷം BJPയെ തോൽപ്പിക്കാനാവുമെന്ന ശക്തിയായ സന്ദേശം രാജ്യവ്യാപകമായി ഒരേപോലെ ജനങ്ങളിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞ ഒരു പരാജയമായിട്ടാണ് 30 കൊല്ലത്തെ BJP വിജയിച്ച മണ്ഡലം തോറ്റു എന്ന കാര്യത്തിൽ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഈ സർക്കാരിനെതിരായിട്ടുള്ള നയത്തിൻ്റെ ഭാഗമായിട്ട് ജനങ്ങൾ മാറി ചിന്തിച്ചു തുടങ്ങി. പ്രത്യേകിച്ച് യുവജന വിദ്യാർത്ഥി വിഭാഗം BJPക്കെതിരായ വലിയ പ്രതിഷേധം, അതിൻ്റെ പ്രതിഫലനമാണ് ഈ ബങ്കിപ്പൂരിൽ ഉണ്ടായിട്ടുള്ള വിജയം എന്ന് കാണാൻ നമുക്ക് സാധിക്കും. BJPയുടെ പരാജയം. ഇപ്പോൾ നരേന്ദ്രമോദി ഏത് പട്ടിയെയോ പൂച്ചയെയോ നിർത്തിയാൽ വിജയിക്കുമെന്നാണ് BJP നേതാവ് രവിശങ്കർ പ്രസാദ് ഈ മണ്ഡലത്തെപ്പറ്റി പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ബങ്കിപ്പൂർ മണ്ഡലം എന്ന് പറഞ്ഞാൽ നരേന്ദ്രമോദി ആരെയാണോ തീരുമാനിക്കുന്നത് അതിൻ്റെ ഉദാഹരണമായിട്ടാണ്. പട്ടിയോ പൂച്ചയോ നിർത്തിയാൽ വിജയിക്കുന്ന മണ്ഡലത്തിലാണ് യഥാർത്ഥത്തിൽ ഇപ്പോഴും BJP തോറ്റത്. അപ്പോൾ സ്വാഭാവികമായി BJPക്കെതിരായ നല്ല രീതിയിലുള്ള മുന്നേറ്റം രാജ്യവ്യാപകമായിട്ട് രൂപപ്പെട്ടു വരുന്നു. പ്രത്യേകിച്ച് യുവജന വിദ്യാർത്ഥി വിഭാഗങ്ങളിലും മറ്റ് തൊഴിലാളികൾ ഉൾപ്പെടെയുള്ള, കൃഷിക്കാർ ഉൾപ്പെടെയുള്ള മേഖലയിലും എന്നുള്ള ഉദാഹരണങ്ങളായിട്ടാണ് ഇത് കാണാൻ കഴിയും. അപ്പോൾ BJPക്ക് എന്താണ് ബദൽ എന്നതിന് ജനകീയമായ മുന്നേറ്റം തന്നെയാണ് ബദൽ എന്ന് ഉറപ്പിക്കാൻ കഴിയുന്ന ഒരു തിരഞ്ഞെടുപ്പ് വിധി കൂടിയാണ് ഉണ്ടായിട്ടുള്ളത്. ഇതാണ് പ്രധാനമായിട്ട് പറയാനുള്ളത്. ഉണ്ടായിരുന്നില്ലല്ലോ, എല്ലാവർക്കും അറിയാം. പകൽ വെളിച്ചം പോലെയല്ലേ അവരുടെ പ്രത്യേക സമ്മേളനങ്ങൾ വിളിച്ചു ചേർത്തിട്ടല്ലേ അവരുമായി ചർച്ച ചെയ്തത്. കൊച്ചിയിൽ 2 ദിവസം നീണ്ടു നിൽക്കുന്ന വലിയ സമ്മേളനത്തിലൂടെയാണ് ലക്ഷക്കണക്കിന് കോടി ഉറുപ്പിക നിക്ഷേപിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട ഓഫർ നമ്മൾ ശേഖരിച്ചത്. അപ്പോൾ ഇതൊക്കെ യഥാർത്ഥത്തിൽ കളവ് പറയുകയാണ്. അങ്ങനെ ഒരു
ആരെയെങ്കിലും കണ്ടതായിട്ടുള്ള ഒരു തെളിവും നമ്മുടെ മുമ്പിലില്ല. എന്നിട്ട് ആരാണെന്ന് പറയുന്നുമില്ല. ഇനി പറഞ്ഞാൽ നിക്ഷേപം പോയി പോകുന്നതാണ് പറയുന്നത്. അതിന് യാതൊരു അടിസ്ഥാനമില്ലാത്ത തെറ്റായ പ്രചാരവേല മാത്രമാണത്.